തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചതിൽ കാർ ഓടിച്ചിരുന്ന ആളെ പോലീസ് സംരക്ഷിക്കുന്നതായി പരാതി. അന്യസംസ്ഥാന തൊഴിലാളിയെ കാറിടിച്ച് തെറിപ്പിച്ച നെടുമങ്ങാട് സ്വദേശി സുധാകരൻ മദ്യപിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ ജനം ടിവിയോട് പ്രതികരിച്ചു. വൈദ്യപരിശോധന പോലും നടത്താതെയാണ് കാറുടമയെ വെഞ്ഞാറമൂട് പോലീസ് പറഞ്ഞയച്ചതെന്നും സംഭവസ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. അസം സ്വദേശിയായ ദേബരാജ് ഗൗറിനെ കാർ ഇടിച്ച് തെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. പിരപ്പൻകോട് നിന്നും വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് വരികയായിരുന്ന നെടുമങ്ങാട് സ്വദേശിയായ സുദർശൻ കാറിൽ അമിത വേഗതയിൽ പാഞ്ഞെത്തി അസാം സ്വദേശി ദേബരാജ് ഗൗറിനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. തുടർന്ന് സമീപത്തുള്ള പെട്രോൾ പമ്പിലേക്ക് കാറ് ഇടിച്ചു കയറ്റി. കാർ ഓടിച്ചിരുന്ന സുദർശൻ മദ്യപിച്ചിരുന്നതായി പെട്രോൾ പമ്പിലുണ്ടായിരുന്ന ദൃക്സാക്ഷികൾ പറയുന്നു. അപ്പോൾ ഞങ്ങൾ ആ പുള്ളിയെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ആംബുലൻസ് വിളിച്ചിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ ഇടിച്ച ആളിനോടൊന്ന് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഭാര്യ എന്നോട് പറഞ്ഞ ചേട്ടൻ ഉറങ്ങിപ്പോയി, പെട്ടെന്ന് പറ്റിപ്പോയതാണ്. അപ്പോൾ പുള്ളിയോട് ഞാൻ സംസാരിക്കുന്ന ചിലപ്പോൾ പുള്ളിക്ക് നല്ല മദ്യത്തിൻ്റെ സ്മെല്ല്, പുള്ളി കുടിച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പുള്ളിയുടെ ദേഹത്തെന്നാണോ അറിയത്തില്ല, നല്ല സ്മെല്ല്. അപ്പോൾ ഞാൻ സംസാരിച്ച് ചൂടാകുന്ന കണ്ടുകൊണ്ട് എൻ്റെ വൈഫ് വന്നു, എൻ്റെ പമ്പിലെ സ്റ്റാഫ് ഓടി വന്നു, അവരോടും പുള്ളി കയർത്ത് സംസാരിക്കുക. അപ്പോൾ അവരെല്ലാം പറയുന്ന പുള്ളി വെള്ളമായിരുന്നു, നല്ല മദ്യത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നെന്ന്. ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയ ദേവരാജ് ഗൗറിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും കാർ ഓടിച്ചിരുന്ന സുദർശന്റെ മനസ്സ് അലിഞ്ഞില്ല. എന്നിട്ട് ആ ആളെ ഞങ്ങളെ കൂടെ നിന്ന പയ്യൻ ചെന്ന് ആ വണ്ടിയിൽ അവിടെ ചെന്ന് തട്ടി വിളിച്ച് അങ്ങനെ ഇറങ്ങി വന്ന് അയാൾ വന്ന് അവിടെ ഇരുന്ന് അയാൾ വെള്ളം വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അയാൾ ഒരു മനസാക്ഷി ഇല്ലാത്ത കണക്കാണെന്ന് അയാളെ പെരുമാറ്റം. എന്നിട്ട് ആ ആൾ എന്നെ വന്ന് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് ആ ആൾ എന്നെ ആ വണ്ടിയും കാറും കൊണ്ട് പോയി. അയാൾക്ക് എണിക്കാൻ വയ്യ, വണ്ടിയിൽ തിരിച്ച് കൂടെ ചെല്ലാൻ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും വയ്യ. അപ്പോഴത്തേക്ക് അയാൾ ഭാര്യ അവിടെ നിന്ന് ആരൊക്കെ ഫോൺ വിളിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾ വന്ന് അവിടെ ഇവിടെ ഇരുന്നിട്ട് അങ്ങേര് വണ്ടി എടുത്ത് അങ്ങേര് ഒരു കൂസലുമില്ലാതെ അങ്ങേര് അങ്ങ് പോയി. ആ മനുഷ്യൻ അവിടെ തന്നെ അങ്ങനെ കിടന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുമില്ല അയാൾക്ക് വയ്യ. തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സംഭവ സ്ഥലത്തെത്തി സുദർശനെ അതേ കാറിൽ തന്നെ പറഞ്ഞയച്ചു. വൈദ്യപരിശോധനയ്ക്ക് പോലും പോലീസ് തയ്യാറായില്ല എന്നാണ് പരാതി. അവിടെ ഒരാൾ കിടക്കുന്നെന്നോ രക്ഷിക്കണമെന്നോ അങ്ങനെ ഒന്നും അവർക്കില്ല. രണ്ടുപേരും ഇവിടെ നിന്നതല്ലാതെ ഒന്ന് പോയി നോക്കുകയോ എന്താ ആൾക്ക് പറ്റിയെന്നൊന്നു പോലും പോയി നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇടിച്ചു, അവർ രണ്ടുപേരും കൂളായിട്ട് ഇവിടെ നിന്നു, ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നു. മറ്റേ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെ നിന്ന് എഴുന്നേറ്റു. എൻ്റെ ഫോൺ കണ്ടില്ല എന്നും പറഞ്ഞ് എഴുന്നേറ്റു. അപ്പം ഇവിടെ നിന്നുള്ളവരെല്ലാം റൈസായി, നിങ്ങളെന്താ കൂടെ പോവാഞ്ഞേ? അപ്പം ആ ആൻറ്റി പറഞ്ഞു ഉറങ്ങിപ്പോയതാണ് അദ്ദേഹം എന്ന് പറഞ്ഞു, വഴക്ക് പറയല്ലേ എന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ പോലീസ് വന്ന് ഇദ്ദേഹത്തിനെ അങ്ങ് പറഞ്ഞു വിട്ടു. അമിത വേഗതയ്ക്കും മനഃപൂർവ്വമല്ലാത്ത നരകഹത്യയ്ക്കും മാത്രമാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മദ്യപിച്ചിരുന്നതായി FIRൽ എങ്ങും പറയുന്നില്ല. മരിച്ച ആസാം സ്വദേശി ദേബരാജ് ഗൗറിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോയി. പിരപ്പൻകോട് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മരണപ്പെട്ട ദേബരാജ്. ജനം, തിരുവനന്തപുരം.